നമ്മളിപ്പോൾ മൂവാറ്റുപുഴ ഫെസ്റ്റിവൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിനകത്ത് നമ്മളൊരു കാടിനകത്താണ്, ഒരു കൊടുങ്കാട്ടിലൂടെ ഞങ്ങളിപ്പോൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ വന്യമൃഗങ്ങളുണ്ട്, ഭയങ്കര ഭയാനകമായ ദൃശ്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഭയപ്പെടാതെ ഇതിലൂടെ നിങ്ങളെല്ലാവരും സൂക്ഷിച്ച് ശ്രദ്ധിച്ച് പോകണമെന്ന് എൻ്റെ അഭിപ്രായം. അപ്പം ഞാൻ കൊടുങ്കാട് ഇവിടെ സജ്ജീകരിച്ച ഓരോരുത്തരെയും നമുക്ക് പരിചയപ്പെടാം. പേരെന്താണ്? അനീഫ. എന്ത് ചെയ്യുന്നു? ഇതിലെ വർക്ക് ചെയ്യുന്നു. വർക്ക് ചെയ്യുന്നു. അപ്പോൾ എവിടെയാണ് വീട്? എവിടെയാണ്? മലപ്പുറം. ചേട്ടൻ്റെ പേര്? എൻ്റെ പേര് മണിയാണ്. ഞാൻ തിരുവനന്തപുരമാണ്. ഞാൻ എക്സിബിഷനിൽ ഇങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വർക്ക് ചെയ്യുന്നു. ഞാൻ കമാലുദ്ദീൻ. വീട് എവിടെയാണ്? മലപ്പുറം. കൊല്ലം. അപ്പോൾ ഓക്കെ. അപ്പം ഞാനിവിടെ ഒരു കുസൃതി ചോദ്യം ചോദിക്കാൻ വന്നതാണ്. അപ്പോൾ എല്ലാവരോടും കൂടിയായിട്ട് ഈ കൊടുങ്കാടിൻ്റെ അണിയറ പ്രവർത്തകരോട് ഒരു നല്ല ചോദ്യം ചോദിക്കും. കാട്ടിലാകുമ്പോൾ ശുചിത്വം എങ്ങനെയാണ്? ഉണ്ടാവോ? കാട്ടിലൊക്കെ ശുചിത്വം ഉണ്ടാവോ? നാടിനേക്കാളും കൂടുതൽ കാട്ടിലല്ലേ? ഒരു സംശയമില്ലാത്ത കാര്യം. അപ്പോൾ ഇതിനെപ്പറ്റി ഞാനൊരു കുസൃതി ചോദ്യം ചോദിക്കാം. ചരിത്രം പറഞ്ഞ സമ്മാനമുണ്ട്. ഈ പൊതുസ്ഥലങ്ങളിലൊക്കെ ജനങ്ങൾ തുപ്പുകയും വേസ്റ്റുകളിടുകയും തുമ്മുകയൊക്കെ ചെയ്യുന്നത് നിരോധിച്ചിരിക്കുകയാണല്ലോ. അപ്പോൾ പുതിയ കോടതി നിയമപ്രകാരം പൊതുസ്ഥലങ്ങളിലൊക്കെ ജനങ്ങൾ തുപ്പുവാനും തുമ്മുവാനും ഈ വേസ്റ്റുകളിടുന്നതിനും വേണ്ടി ഓരോ വേസ്റ്റ് ബോക്സ് സ്ഥാപിതമാക്കും. അപ്പോൾ ജനങ്ങൾ ഇതേ വേസ്റ്റ് ബോക്സിൽ തന്നെ തുപ്പാനും തുമ്മാനും വേസ്റ്റുകളിടുകയും ചെയ്യുന്നതിന് ഉറപ്പുവരുത്താൻ അധികാരികൾ എന്താണ് ചെയ്യേണ്ടത്? വളരെ കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ ആദ്യമായിട്ട് അധികാരികൾ ഇതിനെ ബോധവൽക്കരണം നടത്തണം. എങ്ങനെ? അതായത് ഇത് ഇങ്ങനെ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഓരോ സ്ഥലത്തിൻ്റെ ഉദാഹരണങ്ങൾ എടുത്ത് കാണിച്ച് ബോധവൽക്കരണം ചെയ്യാൻ. അത് എങ്ങനെയെന്ന് ചോദിച്ചാൽ, ഇപ്പോൾ ഈ ചെയ്യാൻ പോകുന്ന അധികാരി തുപ്പി കാണിച്ചാൽ തീർച്ചയായിട്ടും അത് റോങ്ങാണ്. അതേസമയം ഒരു വേസ്റ്റ് ബോക്സ് വെച്ചിട്ട് അതിലേക്ക് തുപ്പി കാണിച്ചത് ഇതുപോലെ നിങ്ങളും കൂടെ ചെയ്തു വരിക എന്ന് പറഞ്ഞാൽ കുറേ ആൾക്കാർ അതിനകത്ത് പിന്നിൽ വരാൻ സാധ്യതയുണ്ട്. ചേട്ടൻ്റെ അഭിപ്രായം? അതന്നെ എനിക്കും പറയാനുള്ളൂ. അതന്നെ ഒക്കെ പറഞ്ഞ പോലെ തന്നെ ചെയ്യുകയാണെങ്കിൽ എല്ലാവരും അവിടെ ഒരു മാതൃക കാണിച്ചു കൊടുക്കണം. അതായത് ചെയ്യരുത് എന്ന് പറയുന്ന ആൾ അത് ചെയ്യാതെ അയാളുടെ പ്രവൃത്തിയാണ് ആൾക്കാർ പിന്നെ ശ്രദ്ധിക്കുന്നത്. ഇപ്പം ഞാനൊരു ഗ്ലാസ് ചായ കുടിക്കുന്നു, ഡിസ്പോസിങ് ഗ്ലാസ്സിൽ, അത് കൊണ്ടുപോയിട്ട് ആ വേസ്റ്റ് ബോക്സിലോട്ട് ഇടുകയാണെങ്കിൽ കറക്റ്റ്. പിന്നെ എന്നെ ചിലപ്പം പിന്നെ അങ്ങനെ 4 പേരുണ്ടാവുമെന്ന് വരും. നേരെ മറിച്ച് ഞാൻ നിൽക്കുന്നിടത്ത് നിന്ന് വലിച്ചെറിഞ്ഞാൽ അത് അതിൽ വീണില്ല എന്നുണ്ടെങ്കിൽ പുറത്ത് തന്നെയാണ്, അത് വേസ്റ്റ് തന്നെയാണ്. അത് കഴിയുന്നിടത്തോളം ഇപ്പം ഇതിനകത്ത് ഇപ്പം എൻ്റെ ഈ സ്ഥാപനത്തിൻ്റെ അകത്ത് വരുന്നവർ ശുദ്ധമായിട്ടിരിക്കണം. വേസ്റ്റ് വീണാൽ അത് നമ്മൾ തന്നെ പറക്കി മാറ്റി കാണിക്കുകയാണ്. ഇത് തൂപ്പുകാർ വരട്ടെ എടുക്കാവുന്നുള്ളതല്ല, നമ്മൾ തന്നെ നമ്മളെ സ്ഥലം ശുദ്ധമാക്കാൻ ഈ പോളിസിക്കാരൻ എല്ലാവരും ചെയ്താൽ ഇത് പ്രയോജനപ്പെടും. പണ്ട് സിംഗപ്പൂരിൽ തുപ്പിയാൽ 50 രൂപ 50 വെള്ളി ശിക്ഷയുണ്ട്. നടന്നു പോകുന്നയാളിന് അതിനെ വീക്ഷിക്കാൻ വേറെ രീതിയിലുള്ള സംവിധാനം അവിടെ ചെയ്തിട്ടുണ്ട്. കാരണം നേരിട്ടുള്ള അനുഭവമാണ്. ഒരു സിഗരറ്റ് വലിച്ചും കൊണ്ടുപോയാൽ വലിക്കുന്നതിന് കുറ്റമില്ല, പക്ഷേ ഇതിൻ്റെ ഈ കുറ്റി ഇടുന്നതിനാണ് കുറ്റം. ഈ കുറ്റി അതിൻ്റേതായ വേസ്റ്റ് ബോക്സിലിട്ടൊരു ബട്ടൺ അമർത്തി കഴിഞ്ഞാൽ ആ സാധനം ശുദ്ധമായി. അതല്ലാന്നുണ്ടെങ്കിൽ 50 വെള്ളി ഫൈൻ. ഇത് നിയമമുള്ളത് കൊണ്ട് അവർ തുപ്പാൻ സൂക്ഷിക്കും. ഇവിടെ അങ്ങനെയില്ല. എന്ത് വിചാരം വേണമെങ്കിലും ആർക്കും നടത്താം. ഓപ്പോസിറ്റായിട്ടേ ചെയ്യൂ. അതാണ് ഇന്ത്യൻ്റെ മാതൃക. അപ്പോൾ ശുചിത്വമൊക്കെ എങ്ങനെ ആഗ്രഹിക്കുന്ന ആളാണ്? അതെ ആഗ്രഹിക്കുന്ന ആളാണ്. അപ്പം ഞാനൊരു കുസൃതി ചോദ്യം ചോദിക്കാം. ശുചിത്വത്തെ ബന്ധപ്പെട്ടുള്ളൊരു കുസൃതി ചോദ്യമാണ്. ശരി ഉത്തരം പറഞ്ഞാൽ സമ്മാനമുണ്ട്. ചോദ്യം ഇതാണ്: പൊതുസ്ഥലങ്ങളിൽ ജനങ്ങൾ തുപ്പുകയും തുമ്മുകയും വേസ്റ്റുകളിടുകയും ചെയ്യുന്നത് നിരോധിച്ചിരിക്കുകയാണല്ലോ. പുതിയ കോടതി നിയമപ്രകാരം ഇതേ പൊതുസ്ഥലങ്ങളിൽ ഒരു വേസ്റ്റ് ബോക്സ് സ്ഥാപിതമാക്കും. ജനങ്ങൾ ഇതേ വേസ്റ്റ് ബോക്സുകളിൽ തന്നെ തുപ്പുകയും തുമ്മുകയും വേസ്റ്റുകളിടുകയും ചെയ്യുന്നത് ഉറപ്പുവരുത്താൻ വേണ്ടി അധികാരികൾ എന്താണ് ചെയ്യേണ്ടത്? അപ്പോൾ അതിനെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഈ തുമ്മുകയും തുപ്പുകയും ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ എല്ലായ്പ്പോഴും സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. അതിനിപ്പോൾ ഒരു വേസ്റ്റ് പാത്രം വെച്ചിട്ട് കാര്യമില്ല. കാരണം ഇപ്പം നമ്മൾ നടന്നു പോകുന്ന സമയത്ത് പെട്ടെന്ന് കഫം വരുന്നു, തുമ്മാൻ വരുന്നു, തുപ്പുന്നു. അത് ഗൾഫ് രാജ്യങ്ങളിലൊക്കെ ആണെങ്കിൽ റോഡിൽ തുപ്പാൻ പറ്റില്ല. ഇവിടെ അതിന് പ്രത്യേക സ്ഥലമുണ്ട്. ഇതേ വേസ്റ്റ് ബോക്സിൽ തന്നെ ഇത് അവർ ചെയ്യണം. അതിന് അധികാരികൾ എന്ത് ചെയ്യണം? അതിന് പ്രത്യേകം സെക്യൂരിറ്റിയെ നിയമിക്കേണ്ട ആവശ്യമുണ്ടാവും. അതായത് വഴിയെ പോകുന്നതിനൊരുത്തിനെ പിടിച്ച് തുപ്പിക്കാൻ പറ്റത്തില്ല. അവർ കൃത്യമായിട്ട് അത് ചെയ്യുന്നുണ്ടോ എന്ന് അവർ ഉറപ്പുവരുത്താൻ അവർ തന്നെ മേൽനോട്ടം വഹിക്കണമല്ലോ. അധികാരി ചെയ്യേണ്ട കാര്യങ്ങൾ അതിന് നിയമപരമായ കാര്യങ്ങൾ നടപ്പിലാക്കിയിട്ട് അത് നോക്കാനും നടപ്പിൽ വരുന്നതും ശ്രദ്ധിക്കാനും കൂടി നിയമത്തിൽ ഉൾപ്പെടുത്തി നോക്കണം. ജോലിക്ക് ആളെ നിയമിക്കേണ്ടി വരുമെന്ന് അർത്ഥം. ചേച്ചിയുടെ അഭിപ്രായം എന്താ? അധികാരികൾ അതിനുള്ള ആളെ നിയമിച്ച് അത് അങ്ങനെ ചെയ്യണ്ടെന്ന് ഉറപ്പ് വരുത്തണം. എനിക്കറിയില്ല കേട്ടോ. എനിക്കും അറിയില്ല. അധികാരികൾ പൊതുവെ ഓരോരുത്തരെ നിയമിക്കണം. അവരുടെ അടുത്തൊക്കെ നിർത്തി ഒരു ഇതാക്കണം. നിയമിച്ച് അവരുടെ അടുത്തൊക്കെ നിർത്തി ഒന്ന് ഉറപ്പ് വരുത്തിയിരിക്കണം.
പിന്നെ നമ്മളെല്ലാവരും ശ്രദ്ധിച്ച് നമ്മൾ മനുഷ്യന്മാർ അത് തുപ്പണവരൊക്കെ തന്നെ ശ്രദ്ധിച്ച് പേപ്പറിൽ പരസ്യങ്ങൾ കൊടുക്കുക, എല്ലാവരും ഒന്ന് ബോധവൽക്കരിച്ചെടുത്താൽ എല്ലാം ഓക്കെ ആയിട്ട് വരുത്തണം. പത്രത്തിലൊക്കെ പരസ്യം കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാവരും ഒന്ന് അറിയിച്ചെടുത്ത് കഴിഞ്ഞാൽ എല്ലാവരും അതുപോലെ ചെയ്യുമല്ലോ. പിന്നെ ചെയ്യാത്തവരുണ്ടാവും, അവർക്ക് ഇതുപോലെ ഓരോ അധികാരികളെ നിർത്തി അത് ചെയ്തു കൊടുത്തിരിക്കണം. അതിപ്പോൾ എന്നാ ചെയ്യണമെന്ന് വെച്ചാൽ ഇപ്പോൾ നാട്ടിൽ നടക്കണില്ലേ, അതുപോലെ എന്തെങ്കിലും കർശനമായ നടപടികൾ സ്വീകരിക്കണം. എന്നാൽ പിന്നെ ഞങ്ങൾക്കൊക്കെ വെള്ളപ്പൊക്കം പോലെ തുണിവെക്കി പിടിച്ചുകൊണ്ട് പോകേണ്ട വരില്ല. ചേച്ചിയുടെ അഭിപ്രായം എന്താണ്? അത് തന്നെ. പൊതുസ്ഥലങ്ങളിലൊക്കെ നമ്മൾ തുമ്മുക, വേസ്റ്റ് ഇടുക എന്നിവയൊക്കെ നിരോധിച്ചിരിക്കുകയാണല്ലോ. അപ്പോൾ പുതിയ കോടതി നിയമപ്രകാരം ഈ പൊതുസ്ഥലങ്ങളിലൊക്കെ ഒരു വേസ്റ്റ് ബോക്സ് സ്ഥാപിതമാക്കും. അപ്പോൾ ജനങ്ങൾ ഇതേ വേസ്റ്റ് ബോക്സിൽ തന്നെ തുമ്മുകയും വേസ്റ്റ് ഇടുകയും ഒക്കെ ചെയ്യാൻ, ഇവരിതേ വേസ്റ്റ് ബോക്സിൽ തന്നെ ഇതൊക്കെ ചെയ്യുന്നുള്ളതിന് ഉറപ്പുവരുത്താൻ അധികാരികൾ എന്ത് ചെയ്യണം? അതിന് വേണ്ടിയിട്ടുള്ള നിയമ സംവിധാനങ്ങൾ വേണം. ഇപ്പം നമുക്ക് കോടതി വിധിയുണ്ട്. അത് ഇപ്പോൾ സാധാരണക്കാർ മറ്റൊരാളെ നമ്മൾ ബോധവൽക്കരണം വേണം. അതോടൊപ്പം തന്നെ അധികാരികൾ ശ്രദ്ധിക്കണം. അധികാരികൾ മേൽനടപടികളായിട്ട് അത് കർശനമായിട്ട് പിടിച്ചു കഴിഞ്ഞാൽ അധികാരികൾ അത് കർശനമായിട്ട് തന്നെ പിടിക്കണം. അങ്ങനെ പിടിക്കുമെന്ന് തോന്നുന്നില്ല. കർശനമായിട്ട് ചെയ്യണമെന്ന് പറയുമ്പോൾ എന്താണ് ഉദ്ദേശിക്കുന്നത്? കർശനമായിട്ടെന്ന് പറയുമ്പോൾ ഇങ്ങനെ തുപ്പുകയും ബോർഡുകൾ സ്ഥാപിക്കണം, എല്ലായിടത്തും അതിനുള്ള അറിയിപ്പിലുള്ള ബോർഡുകൾ സ്ഥാപിക്കണം. പിന്നെ സൗകര്യപ്രദമായ സ്ഥലത്ത് എല്ലാം ഈ ബോക്സുകൾ സ്ഥാപിക്കണം. അല്ലെ ഏതെങ്കിലും ഒരു സിറ്റിയിൽ ഒരെണ്ണം കൊണ്ട് വെച്ചിട്ട് കാര്യമില്ല. ആവശ്യമുള്ള സ്ഥലങ്ങളിലെല്ലാം ബോർഡുകൾ സ്ഥാപിക്കണം. പിന്നെ പോലെ ചെയ്യണമെന്നും പറഞ്ഞു അങ്ങനെ ഒരു മാറ്റം വരാൻ പാടുള്ളൂ. പടിപടിയായിട്ടേ പറ്റത്തില്ല, ഒറ്റയടിക്കൊന്നും നടക്കുന്ന കാര്യമല്ല. അപ്പൊ ജനങ്ങൾ ഇതേ വേസ്റ്റ് ബോക്സിൽ തന്നെ ഇതൊക്കെ ചെയ്യുന്ന ഉറപ്പുവരുത്താൻ ഇതിന് അധികാരികൾ എന്താണ് ചെയ്യുന്നത്? അധികാരി എന്ന് പറഞ്ഞ മനുഷ്യനാണ് എല്ലാം. അത് നമുക്ക് വേണ്ടി തന്നെയാണ്. നമ്മൾ അവരോട് ചെയ്യുകയാണെങ്കിൽ ഏറ്റവും നല്ലതാണ്. അതാണ് പൊതുരംഗത്തെ ഏറ്റവും നമ്മൾ ചെയ്യുന്ന ധർമ്മം. അത് ശ്രദ്ധിക്കണം. ഈ തുമ്മണം എപ്പോഴാന്ന് പറയാൻ പറ്റൂലല്ലോ. അത് വേസ്റ്റ് ബോക്സ് തന്നെ നോക്കി നടക്കാനും പറ്റുമല്ലോ ഈ കാര്യത്തിൽ. നേരത്തെ പിടിച്ച് ബോക്സ് വെച്ചില്ലെങ്കിൽ അധികാരികളെ തുമ്മണ ആളുടെ പുറകെ എപ്പോഴും നടക്കേണ്ടി വരും. എൻ്റെ അഭിപ്രായത്തിൽ തുപ്പലൊക്കെ നോക്കിക്കൊണ്ടിരിക്കാൻ പറ്റുന്ന കാര്യമല്ലോ. വേസ്റ്റൊക്കെ ഇടുന്നത് ശ്രദ്ധിക്കാൻ ഒരാളെ വെക്കുന്നത് നല്ലതായിരിക്കും. അതായത് ഇതൊക്കെ വേസ്റ്റ് ഇടാൻ ശ്രദ്ധിക്കാൻ വേണ്ടി ഒരാളെ നിയമിക്കണം എന്നർത്ഥം അല്ലേ? നല്ലതായിരിക്കും. ചേട്ടൻ്റെ അഭിപ്രായം? ഒരിക്കലും പ്രായോഗികമല്ലോ. ജനങ്ങളെ ബോധവൽക്കരിക്കുക എന്നുള്ളതാണ് അതിനകത്ത് മെയിൻ കാര്യം. അല്ലാതെ ഉദ്യോഗസ്ഥന്മാരെ വെച്ചുകൊണ്ട് വേസ്റ്റ് ബോക്സിൽ തുപ്പുക എന്നുള്ളത് പ്രായോഗികമല്ലോ. കാര്യമല്ല. തുപ്പല് നോക്കി ആരോ അവിടെ തുപ്പലെന്ന് പറഞ്ഞുകൊണ്ടിരിക്കാൻ പറ്റില്ലല്ലോ. സ്വയം നിയന്ത്രിക്കുക, അതാ അതിനകത്ത് മാർഗമുള്ളൂ, വേറെ ഒന്നുമില്ലല്ലോ. അധികാരികൾ അതിന് ഉത്തരവാദിത്തം എടുക്കണം. എന്താണ് ചെയ്യേണ്ടത്? ഉത്തരവാദിത്തം എടുത്ത് എന്ത് ചെയ്യണം? ഇതേ വേസ്റ്റ് ബോക്സിൽ തന്നെ ജനങ്ങൾ തുമ്മുകയും വേസ്റ്റുകൾ ഇടുകയും ചെയ്യുന്ന ഉറപ്പുവരുത്താൻ വേണ്ടി അധികാരികൾ എന്താണ് ചെയ്യേണ്ടത്? മൂവാറ്റുപുഴ മുനിസിപ്പൽ ചെയർപേഴ്സൺ ശ്രീമതി മേരി ജോർജ് തോട്ടം അധ്യക്ഷത വഹിക്കുന്ന ചടങ്ങിൽ ബഹുമാനപ്പെട്ട അത് ചെയ്തില്ലെങ്കിൽ അതിനുള്ള നടപടി എടുക്കുക. എന്ത് നടപടി എടുക്കണം? നടപടി അതിനുള്ള എന്തെങ്കിലും ശിക്ഷ കൊടുക്കുക. അധികാരികൾ ഈ കാര്യത്തിലേ പൂർണ്ണമായിട്ട് അവരുടെ ഒരു സഹകരണ കാര്യങ്ങളും ഉണ്ടാകില്ല. കാരണം നമ്മുടെ ഈ നാടിൻ്റെ സംവിധാനം അതാണ്. എന്തെല്ലാം പറഞ്ഞ് എന്തെല്ലാം കാണിച്ചാലും എന്തെല്ലാം നിയമങ്ങൾ കൊണ്ടുവന്നു കഴിഞ്ഞാലും മനുഷ്യനത് അംഗീകരിക്കാനോ അത് നടപ്പിലാക്കാനോ മനുഷ്യൻ തയ്യാറാവില്ല. കാരണം അവനവൻ്റെ ആ സമയത്തുള്ള താല്പര്യമുള്ളൂ. ഇപ്പോൾ ജസ്റ്റ് നമ്മുടെ വായിൽ ഇത് വന്നു കഴിഞ്ഞു ഉടൻ തന്നെ പരിസരം നോക്കാതെ മറ്റുള്ളവർക്ക് ദോഷമാണോ എന്നുള്ളത് മനസ്സിലാക്കാതെ അപ്പോൾ തന്നെ അത് ഇമ്മീഡിയറ്റ് അങ്ങനെ ചെയ്യുന്ന ഒരു സംവിധാനമാണ് നമുക്കുള്ളത്. അതിനെപ്പറ്റി മനുഷ്യൻ ബോധവാനല്ല. മനുഷ്യൻ ബോധവാനാകുന്നതിനുള്ള സംവിധാനം എന്തെല്ലാം തരത്തിൽ ഉണ്ടാക്കാമെന്നുള്ളതിനെ സംബന്ധിച്ച് അധികാരിവർഗം വേണ്ട തരത്തിൽ ചെയ്തു കഴിഞ്ഞാൽ കുറച്ച് അക്കാര്യത്തിൽ വിജയിക്കാൻ പറ്റുമെന്നാണ് എൻ്റെ വിശ്വാസം. അതിന് അവിടെ ആൾക്കാരെങ്ങനെ നിർത്തുക, ശ്രദ്ധിക്കാൻ നിർത്തുക, അങ്ങനെയൊക്കെ എനിക്ക് പറയാനുള്ളൂ. ഇതിപ്പോൾ നമ്മൾ ഒരാൾ തന്നെ അങ്ങനെ നോക്കിയിട്ട് കാര്യമില്ല. വല്ല ബോർഡ് എഴുതി വയ്ക്കുക, അല്ലാതെ പ്രത്യേകം ശ്രദ്ധിക്കാൻ നല്ല പുറകെ തുപ്പിക്കാൻ പറ്റുമോ? പക്ഷേ ഈ അമേരിക്ക വിദേശ രാജ്യങ്ങളിലൊക്കെ ഇതുപോലെ ഓരോ ബോക്സ് വെച്ച് അവർ ശ്രദ്ധിക്കുന്നുണ്ടല്ലോ. അപ്പോൾ അതുപോലെ ഇവിടെ എന്ത് നടപടി അധികാരികൾക്ക് എന്ത് ചെയ്യാം? ബുദ്ധിമുട്ടായിരിക്കും. മനുഷ്യ താമസം തന്നെ ഒരു കേസാണ്. കാരണം അവിടെ എന്ന് പറഞ്ഞാൽ നമ്മളെ ആളുകളെക്കാൾ കുറച്ചുകൂടെ സെറ്റപ്പുള്ള ആളുകളാണ് ചെയ്യുന്നത്. ഇവിടെ എന്ന് പറഞ്ഞാൽ അത്ര ഇതല്ലല്ലോ. അതുകൊണ്ട് ഇച്ചിരി താമസം വരും, ഒരുപാട് വർഷം എടുക്കും അങ്ങനെ ഇതായിരിക്കും. അവർ കുറേ കാര്യങ്ങളും കൂടി ശ്രദ്ധിച്ചാലാണ് ശരിയാവുള്ളൂ. അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഇങ്ങനെയുള്ള ഒരു അവസരത്തിൽ തന്നെ ആളുകൾ ഇങ്ങനെ പോണ വഴിക്ക് പേപ്പർ വേസ്റ്റ് എല്ലാം പോണ വഴിക്കൊക്കെ തൂളിയിട്ടിട്ട് പോകും. അപ്പോൾ ഇവിടെ സ്റ്റാഫ് ഉണ്ടല്ലോ, സെക്യൂരിറ്റികൾ, അവരത് വേണ്ടത് ശ്രദ്ധിക്കണം എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. അധികാരികൾ മാതൃകയാവണം. എന്ത് ചെയ്യണം? എന്താണ് അധികാരികളെങ്കിലും മാതൃകയാവണം. അപ്പം തുടക്കം മുതൽ അങ്ങോട്ട് പോകും, ബാക്കിയുള്ളവർ അത് അനുകരിച്ചെന്ന് വരും.
ചേച്ചിയുടെ അഭിപ്രായം? അതിനു വേണ്ട എന്തെങ്കിലും കാര്യങ്ങൾ നോക്കിക്കാനുള്ള ഒരു വിങ് എന്തെങ്കിലും വേണ്ടി വരും. അല്ലാതെ വെറുതെ വല്ലവരും നോക്കിയാൽ അങ്ങനെ നടക്കുമോ? ഇടരുതെന്ന് പറഞ്ഞാൽ അനങ്ങാതിരുന്ന വല്ലയിടത്തൊന്നും കാര്യം നടക്കുമോ? പിന്നെ അതിനെന്തെങ്കിലും ഇല്ല പിന്നെ നടക്കുമോ? പ്രത്യേകിച്ച് നടപടികൾ എടുത്തുകൊണ്ട് കാര്യമൊന്നും ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇതിന്റെ മുകളിൽ ഒരു ക്യാമറ ഫിറ്റ് ചെയ്താൽ ഈ വേസ്റ്റ് ഓട്ടയുടെ മുകളിൽ ക്യാമറ വെച്ചാൽ മതിയായിരിക്കും. ഇല്ല, അധികാരികൾ സ്വാഭാവികമായിട്ട് കോടതി നടപടി നടപ്പാക്കണം. എങ്ങനെ കോടതി നടപ്പാക്കണം? അതിന്റെ രീതിയിലുണ്ടല്ലോ. കുസൃതി ചോദ്യമാണ്. അല്ല, ഒരു സ്റ്റേറ്റില് തുപ്പുന്നുണ്ടോ നോക്കണം, പുറത്ത് തുപ്പുന്നുണ്ടോ നോക്കണം. ചോദ്യം ചോദിക്കണേ, അല്ലെ അതിന്റെ ആധികാരികമായ ചോദ്യമല്ലേ ചോദിക്കണല്ലോ. അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ കൗൺസിലർമാരും പോലീസുകാരൊക്കെ വേസ്റ്റ് ബോക്സിന് ചുറ്റും നിന്നാൽ മതി. എന്താണ് അങ്ങനെ ചെയ്തൂടെ? ഒരു കുസൃതി ചോദ്യം ചോദിക്കാൻ വന്നതാണ്. ശരി ഉത്തരം പറഞ്ഞാൽ സമ്മാനമുണ്ട്. ഇപ്പോൾ നിങ്ങളൊക്കെ മെഡിക്കൽ സ്റ്റുഡൻ്റ് ആയതുകൊണ്ട് ശുചിത്വമൊക്കെ കൂടുതൽ ആഗ്രഹിക്കുന്ന ആൾക്കാരായിരിക്കും അല്ലേ? അപ്പം അതിനെ ബന്ധപ്പെട്ടൊരു ചോദ്യം ചോദിക്കാം. ഈ പൊതുസ്ഥലങ്ങളിൽ ജനങ്ങൾ തുപ്പുകയും തുമ്മുകയും വേസ്റ്റുകളൊക്കെ ചെയ്യുന്നതൊക്കെ നിരോധിച്ചിരിക്കുകയാണല്ലോ. അപ്പോൾ പുതിയ കോടതി നിയമപ്രകാരം ഇതേ പൊതുസ്ഥലങ്ങളിൽ ഓരോ വേസ്റ്റ് ബോക്സ് സ്ഥാപിക്കും. ഇതേ വേസ്റ്റ് ബോക്സുകളിൽ തന്നെ ജനങ്ങൾ തുമ്മുകയും തുപ്പുകയും വേസ്റ്റുകൾ ഇടുകയും ചെയ്യുന്നത് ഉറപ്പുവരുത്താൻ വേണ്ടി അധികാരികൾ എന്താണ് ചെയ്യേണ്ടത്? ചെക്ക് ചെയ്ത് നോക്കുക. ചെയ്ത് നോക്കണം. എന്ത് ചെക്ക് ചെയ്തു? ഡെയിലി ആൾക്കാരവിടെ ഒന്ന് തുപ്പുന്നുണ്ടോ എന്ന് നോക്കണം. അതിൻ്റെ ഉത്തരം ആ വേസ്റ്റ് ബോക്സിൽ എഴുതുക, ഇതിൽ തുപ്പരുത്, അല്ലെ ഇതിൽ വേറെ വേസ്റ്റ് ഒന്നും ഇടരുതെന്ന് എഴുതി വെക്കുക. നല്ല ഉത്തരം. അതാണ് ഉത്തരം. ചേട്ടൻ പറഞ്ഞ ഉത്തരം ശരിയാണ്. ഇവിടെ തുപ്പരുത് എന്ന് എഴുതി വെച്ചാൽ മാത്രമാണ് ജനങ്ങളവിടെ തുപ്പുകയുള്ളൂ. അതെന്തുകൊണ്ടാണ്? അതെന്താണ് ചേട്ടൻ അങ്ങനെ പറയാൻ കാരണം? അത് അങ്ങനെ പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കേരളീയർ നേരെ വിപരീതമാണ് ചിന്തിക്കുകയുള്ളൂ. അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. പക്ഷേ എല്ലാവരുടെയും മേഖലകളിലും കേരളീയരുണ്ട്. പക്ഷേ നമ്മുടെ കേരളത്തിൽ ചെയ്യുന്നതെല്ലാം വിപരീതമായിരിക്കും. ഇവിടെ തുപ്പണമെന്ന് എഴുതി വെച്ചാൽ അവിടെ തുപ്പില്ല. അവിടെ തുപ്പുകയല്ല, മാറി തുപ്പും. രൂപേഷ് ചേട്ടൻ പറഞ്ഞതുപോലെ തന്നെ വേസ്റ്റ് ബോക്സിൽ ഇവിടെ തുപ്പരെന്ന് എഴുതി വെച്ചാൽ മാത്രം ജനങ്ങൾ തുപ്പുന്നു. ഇവിടെ തുപ്പണമെന്ന് എഴുതി വെച്ചാൽ ജനങ്ങൾ തുപ്പുന്നില്ല. നേരെ വിപരീതമായ രീതിയായിട്ടാണ് ഇപ്പോൾ ഇവിടെ ജനങ്ങൾ, കേരളീയരെല്ലാവരും അല്ലേ, വിപരീതമായി ചിന്തിക്കുന്നതാണ് പുള്ളിക്കാരൻ പറഞ്ഞത്. ശരി ഉത്തരം പറഞ്ഞ രൂപേഷ് ചേട്ടന് സമ്മാനമുണ്ട്. മൂവാറ്റുപുഴയിലെ വളരെ പ്രശസ്തമായ ടെലിവിഷൻ പ്രോഗ്രാമായ പ്രദക്ഷിണം എന്ന ജനങ്ങളുടെ പ്രദക്ഷിണം എന്ന പ്രോഗ്രാമിൻ്റെ ഒരു സമ്മാനം. പിന്നെ മൂവാറ്റുപുഴയിലെ ഏറ്റവും മികച്ചതും നല്ല ഡിജിറ്റൽ കളർ ലാബ് ഫോട്ടോ കിക്ക് ഇവരുടെ വക ഒരു ഡിസ്കൗണ്ട് കൂപ്പണുണ്ട്. ഫോട്ടോ എടുക്കാനുള്ള ഫിലിം ഡെവലപ്പ് ചെയ്യാനും ഇനി അവരുടെ ഡിസ്കൗണ്ട് ഉണ്ടാവും. പിന്നെ ഗ്രാൻഡ് മാസിൻ്റെ വക മറ്റൊരു ഉപഹാരം കൂടി രൂപേഷ് ചേട്ടന് സമ്മാനമായി തരികയാണ്. സന്തോഷമായി. പ്രദർശനം ഒരിക്കലും അവസാനിക്കുന്നില്ല. വീണ്ടും അടുത്തയാഴ്ച ഇതേ സമയം കാണും വരെ ബൈ.